ഓങ്ങല്ലൂർ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. റോഡിന്റെ തകർച്ച ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി. റോഡിന്റെ തകർച്ച കരാറുകാരനെ കൊണ്ടുതന്നെ പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് ഭാഗത്ത് നിന്ന് കാരക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് തകർച്ച നേരിട്ടതിനെ തുടർന്നാണ് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തിയത്. 200 മീറ്ററാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. റെയിൽവേ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. എന്നാൽ 2 മാസമാവുമ്പോഴേക്കും റോഡിന്റെ പല ഭാഗത്തും തകർച്ച രൂപപ്പെടാൻ തുടങ്ങി. കോൺക്രീറ്റ് അടർന്നു പോകുന്ന കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ റെയിൽവേ മാസ്റ്ററെ വിവരം ധരിപ്പിച്ചിരുന്നു. വിഷയം കരാറുകാരനെ ധരിപ്പിക്കാൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാൻ തയ്യാറായില്ല. കോൺക്രീറ്റ് റോഡ് തകർച്ച കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു റോഡാണ് ഈ റെയിൽവേ സ്ഥലത്ത് കൂടെ പോകുന്ന ഈ റോഡ്. ചേരിക്കല്ല് ഭാഗത്തേക്കും അതുപോലെ തന്നെ വാടനാംകുരിശിയിലേക്കും ഉള്ള നല്ല വഴി. മറ്റു ഭാഗത്തു കൂടെ വഴിയുണ്ടെങ്കിലും വളവും തിരിവും കയറ്റവും ഇറക്കൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടും ഇടുങ്ങിയ റോഡുമായിരുന്നു. എന്നാൽ ഇതുവഴിക്ക് അങ്ങോട്ട് പോകുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്താവുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെയാണ് 2018 ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ച് റെസൊല്യൂഷൻ എടുക്കുകയും അധികാരികളോട് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ അത് റെയിൽവേയുടെ സ്ഥലമാണ്, അവിടെ റോഡിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പദ്ധതി അന്ന് ഉപേക്ഷിച്ചതാണ്. അപ്പോഴാണ് റെയിൽവേയുടെ കാരക്കാട് സ്റ്റേഷന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ റോഡ് അവർ പണിയെടുക്കുകയും ജനങ്ങൾക്കധികം വളരെയധികം സന്തോഷമുണ്ടാവുകയും ചെയ്തു. പക്ഷെ ഇത് പണി കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളമായിട്ടില്ല. 200ഓളം മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ആ കോൺക്രീറ്റ് ചെയ്ത മുഴുവൻ ഭാഗങ്ങളും അടർന്നുപോയി കല്ല് പുറത്തു വന്നിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം. DCC സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PK അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. വാടാനംകുരിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ്, M ബിച്ചുമണി, ഗോപൻ കാരക്കാട്, ഷാഫി കാരക്കാട്, EK സലീം തുടങ്ങിയവർ സംസാരിച്ചു. കുറെ വർഷങ്ങളായുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ റോഡൊന്ന് ടാറിംഗ് പൂർത്തീകരിച്ച് സഞ്ചാര യോഗ്യമാക്കണമെന്നുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2018 പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുക്കുകയും 2019 നമ്മുടെ ബഹുമാനായ VK ശ്രീകണ്ഠൻ MP-ക്ക് ആ നിവേദനം നൽകുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ VK ശ്രീകണ്ഠൻ റെയിൽവേ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിലൂടെ ഒരു ഡ്രെയിനേജ് പോകുന്നുണ്ട്, ആയതിനാൽ ഈ റോഡ് മറ്റേ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാവില്ല എന്നുള്ള ഒരു മറുപടിയാണ് നമുക്ക് അന്ന് ലഭിച്ചിരുന്നത്. ആയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് പണി ഇത്രയും നമ്മൾ MP-യുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടതുകൊണ്ടും ഇത്രയും വൈകിപ്പോയത്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റെയിൽവേ വികസനത്തിന്റെ പേരിൽ ഇവിടെ ഇത്തരം ഒരു റോഡ് പണി നടക്കുകയുണ്ടായി. ആയത് അന്വേഷിച്ചപ്പോൾ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായാണ് ഈ 200 മീറ്ററോളം കോൺക്രീറ്റിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരക്കാട് നിന്നും ഓങ്ങല്ലൂർ ഭാഗത്തേക്ക് എളുപ്പമാർഗം സഞ്ചരിക്കാവുന്ന റോഡ് കൂടിയാണ് കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ്. കരാറുകാരനെ കൊണ്ട് തന്നെ തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മുന്നറിയിപ്പ് നൽകി. NCV ന്യൂസ് തൃത്താല. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.